നമ്മൾ ഈദിൻ്റെ ഒരു ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈദിൻ്റെ ഒരാഴ്ച മുന്നേ തന്നെ ഷോപ്പിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നടന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ വീടിൻ്റെ അടുത്തുള്ള വിന്നേഴ്സാണ് നമ്മൾ സ്ഥിരം പോകുന്ന സ്പോട്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അവിടെ പോയി നോക്കും, ഇഷ്ടമുള്ള എന്തെങ്കിലും സാധനം കാണുകയാണെങ്കിൽ എടുക്കും. അതിന് ജസ്റ്റ് ഒന്ന് പോയിന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ മെയിൻ പർച്ചേസിങ് ഡ്രസ്സും കാര്യങ്ങളൊന്നും ഞാൻ ഇവിടെ നിന്ന് എടുക്കുന്നില്ല. പക്ഷേ ജ്വല്ലറിയൊക്കെ ഞാൻ ഇവിടെ നോക്കിയപ്പോൾ എനിക്ക് നല്ല അത്യാവശ്യം റേറ്റ് തോന്നി. അപ്പോൾ അത്രയും കാശ് കൊടുത്ത് എടുക്കണ്ടല്ലോ, നമുക്ക് വേറെയും സ്റ്റോറിൽ പോയി നോക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് സ്കെച്ചിട്ട് നിൽക്കുന്നേ ഉള്ളൂ കേട്ടോ. വാങ്ങിക്കുന്നൊന്നുമില്ല, ജസ്റ്റ് നോക്കി പോവാന്ന്. ഡ്രസ്സൊക്കെ നോക്കി, പക്ഷെ ഒന്നും നമുക്ക് പറ്റിയതില്ല. പിന്നെ ഞാനിതാ കുറച്ച് സ്കിൻ കെയർ ഐറ്റംസിലോട്ടാണ് പോകുന്നത്. ഇവിടെ വന്നാൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് നോക്കിയെടുക്കും. എനിക്ക് നല്ല കിട്ടാറുണ്ട് കേട്ടോ. ഇവിടെ വരുമ്പോഴാണ് നമുക്ക് നല്ല പ്രൈസിൽ കിട്ടാറുള്ളത്. പിന്നെ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനൊക്കെ നമ്മൾ അടുത്തും കൂടിയല്ലേ, നടന്നു വരാനുള്ള ദൂരേ ഉള്ളൂ വീട്ടിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട്. അപ്പോൾ ഞാനും ഇനും കൂടി ഇറങ്ങിയതാണ് കേട്ടോ ഇങ്ങോട്ട്. അപ്പോൾ ഞാൻ ആമസോണിൽ നമ്മൾ കോസാറെക്സിൻ്റെ സ്നെയിൽ മ്യൂസിനില്ലേ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ശരിക്കും ആ ബ്രാൻഡ് അല്ലാത്തതുകൊണ്ട് ഞാനത് യൂസ് ചെയ്യാറില്ല. എനിക്കൊരു ടെൻഷനുള്ളതുകൊണ്ട് ഞാനത് ഉപയോഗിക്കാറുണ്ടായിരുന്നില്ല. അങ്ങനെ തന്നെ ഞാനിവിടെ വിന്നേഴ്സിൽ ഈ സാധനം കണ്ടേ. അപ്പോൾ ഞാൻ അതും വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു ഡിയോഡ്രൻറ്റും പിന്നെ ജസ്റ്റ് ഒരു 2-3 ഐറ്റം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിതാ ഈ ഒരു ജെൽ മാസ്ക് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ മാസ്ക് ഒന്നും ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് ഉപയോഗിക്കാം എങ്ങനെ ഉണ്ടാവും എന്നറിയാൻ വേണ്ടി വാങ്ങിച്ചതാണ് കേട്ടോ. ഈ ഒരു ഐറ്റം ഞാൻ സെയിലിൽ കണ്ടപ്പോൾ എടുത്താണ്. നമുക്ക് കൗണ്ടർ ടോപ്പിൽ വെക്കാൻ പറ്റും. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു സാധനമല്ലേ. നമുക്ക് സോൾട്ട്, പെപ്പർ അല്ലെങ്കിൽ ഷുഗർ, ടീ പൗഡർ എന്ത് വേണമെങ്കിലും വെക്കാം കേട്ടോ. ഇത് വാങ്ങിച്ച അന്ന് തന്നെ ടാനി എൻ്റെ ഷുഗർ ഇട്ട് വെക്കുന്ന പാത്രം എറിഞ്ഞ് പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതിപ്പോൾ എനിക്ക് ഉപകാരപ്പെട്ടല്ലോ. പിന്നെ ഞാനൊരു ഫേസ് ട്രിമ്മർ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെയാണ് ഞാനിപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ പർച്ചേസ് അല്ല കേട്ടോ. ഞാനിത് വീട്ടിലുണ്ടായപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയപ്പോൾ വാങ്ങിച്ചൊരു ഐറ്റമാണ് ഇത്. ഡ്രസ്സ് എന്തായാലും കണ്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് വിചാരിച്ചു, അന്ന് ഇട്ട വീഡിയോ ആയിരുന്നു അപ്പോൾ അത്. അപ്പോൾ നെക്സ്റ്റ് ഡേ നമ്മൾ സെമി എന്നെ ഇവിടെ കൊണ്ടാക്കി തന്നതാണ് കേട്ടോ. കുറച്ച് നേരം സെമി നമ്മൾ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് സമയം കുറച്ച് കിട്ടി. അവർ നമ്മൾ കൂടെ ഉണ്ടാകുമ്പോൾ നമുക്ക് അങ്ങനെ ഫ്രീ ആയിട്ട് അങ്ങോട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഞങ്ങളിപ്പോൾ വന്നിട്ടുള്ളത് നമ്മൾ സെൻറ്റ് കാതറിൻസിലുള്ള പെൻ സെൻറ്ററിലാണ്. ഞാൻ കുറച്ച് കാലമായി ഇവിടെ വന്നിട്ട്. അടുത്തന്നെ വിന്നേഴ്സുള്ളതുകൊണ്ട് ഞാൻ എപ്പോഴും പോവാറുള്ളത് അവിടെയായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ വിചാരിച്ചു എന്തായാലും സെമി ഈ ഭാഗത്തോട്ട് വരുന്നുണ്ട്, അപ്പോൾ സെമിയുടെ കൂടെ ചാടിക്കയറി ഇറങ്ങിയതാണ് ഞങ്ങൾ രണ്ടുപേരും. അപ്പോൾ ഇവിടെ കയറുന്ന ഈ ഒരു എൻട്രൻസിൽ തന്നെ ഇത് നമ്മളെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. ഇതിന് മുകളിൽ കുട്ടികൾക്ക് റൈഡ് ചെയ്യാം. 10 minutes $10 എങ്ങാനുമാണ് ഇതിന് അവർ ചാർജ് ഇടുന്നത്. അപ്പോൾ ടാനി സെലക്ട് ചെയ്തത് ഈ ബൈക്കാണ്. ടാനിക്ക് ഒറ്റയ്ക്ക് ഓടിക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ സെമിയും കൂടെ ഇരുന്നിട്ട് ഇത് ഫുള്ള് ഒരു 10 മിനിറ്റ് ഒന്ന് ഇവിടെ ഒന്ന് അവന് റൈഡ് ചെയ്യിക്കാമെന്നും പറഞ്ഞിട്ട് എടുത്തതാണ് കേട്ടോ. പക്ഷെ അവന് അത് നല്ല ഇഷ്ടമായിട്ടുണ്ട്. മിണ്ടാതിരുന്ന് ഇരിക്കുന്നുണ്ട് കേട്ടോ ആൾക്ക്. ഇവിടെ ഹഡ്സൺ ബേയിൽ എന്തോ ക്ലിയറൻസ് എന്തോ നടക്കുന്നുണ്ടോ തോന്നുന്നു. പക്ഷേ ഇന്നത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നാണ് കേട്ടോ തോന്നണേ. ഇവിടെ ഈ സ്റ്റോർ എന്തോ ഇവിടുന്ന് പോവാണ്. അപ്പോൾ അവർ അത്യാവശ്യം സെയിലിടുന്നു ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് അവിടെ കയറി നോക്കണമെന്നുണ്ട്. പിന്നെ എനിക്ക് ചപ്പൽ വാങ്ങിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുറേ ആയിട്ട് ചപ്പൽ വാങ്ങിക്കണം വിചാരിക്കുന്നു. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് അങ്ങനെ വാങ്ങിക്കാനൊക്കെ ഒരു തോന്നലാണല്ലോ, ചുരിദാർ ഇടാനൊക്കെ. പക്ഷെ ചുരിദാർ ഇല്ലാത്തത് കൊണ്ട് തൽക്കാലം ചെരുപ്പിൽ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഈ സ്റ്റോറിൽ നോക്കിയപ്പോൾ അവർ സെയിലിൽ ഇട്ടിട്ടുണ്ട് കുറച്ച് ഐറ്റംസ്. ഇവിടെ തന്നെ H&M വരുന്നുണ്ട്. അപ്പോൾ H&M പോയിട്ട് ജ്വല്ലറി നോക്കി. അപ്പോൾ ഇവിടെ നല്ല കാശിന് നമുക്ക് സാധനം കിട്ടും കേട്ടോ. വിന്നേഴ്സിലായിരുന്നു എനിക്ക് കൂടുതൽ കാശ് തോന്നിയത്. ഇവിടെ സെയിലിൽ അവർ $3 ഇയറിങ് വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല കുറേ നമ്മളെ ചെയിൻ ഉണ്ട് കേട്ടോ, കുറച്ച് ലോങ് ആയിട്ട് കിടക്കുന്നതും പിന്നെ നെക്ക് പീസ് നല്ല അടിപൊളിയായിട്ടുള്ളത് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ചെയിനും എടുത്തിട്ടുണ്ട്, പിന്നെ ഇയറിങ്ങും എടുത്തു. ടാനിക്ക് ഞാൻ ഈ ടീഷർട്ട് കണ്ടു കേട്ടോ, നല്ല ഇഷ്ടമായി എനിക്കിത്. ഞാൻ അവനൊരു ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് ഒരു ഹുഡിയും പിന്നെ ഒരു ട്രൗസറായിരുന്നു. പക്ഷേ പാൻസും എടുത്തിട്ടുണ്ടായിരുന്നു. പാൻസ് കുറച്ച് ലൂസാണ്, അപ്പോൾ അത് അവന് ഇട്ട് കൊടുക്കാൻ പറ്റില്ല. ഇതിനിട്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു ടീഷർട്ട് എടുത്തിട്ടോ. എനിക്ക് ഈ ഒരു സെക്ഷനിൽ വന്നിട്ടുണ്ടല്ലോ പെൺകുട്ടികളുടെ ഡ്രസ്സ് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ എടുത്ത് നോക്കും, എന്നിട്ട് അവിടെ തന്നെ വെക്കൂട്ടോ. പെൺകുട്ടികളില്ലാത്തതുകൊണ്ട് നമുക്കത് എടുക്കാൻ പറ്റില്ലല്ലോ. പിന്നെ എനിക്കിതാ ഇവിടെ നിന്ന് ഞാൻ
എൻ്റെ മനസ്സിൽ വിചാരിച്ച അതുപോലത്തെ ചപ്പലിനെ കിട്ടിയിട്ടോ. ഞാൻ 2-3-4 സ്റ്റോറിൽ ഇവിടെ തന്നെ പോയിട്ട് എനിക്ക് കിട്ടാത്തത് ഇതാ ഇവിടെ നിന്ന് H&M കിട്ടി. അപ്പോൾ ഡ്രസ്സ് ഞാൻ നോക്കിയില്ല, കാരണം ഡ്രസ്സ് ഞാൻ വേറെ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെനിക്ക് നല്ല പ്രൈസിൽ തന്നെ 2 ഡ്രസ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഹഡ്സൺ ബേക്ക് പോയിരുന്നു. ഹഡ്സൺ ബേയിൽ നിന്ന് ഞാനൊരു ലോങ് ടോപ്പും വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ക്ലിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെങ്ങനെ ഫോണിൽ നിന്ന് മിസ്സായി പോയതാണ്. പിന്നെ ഞാൻ ഈ H&M ഇതാ ഈ ഒരു സെക്ഷനൊക്കെ കഴിഞ്ഞു. ഇനി കാര്യമായിട്ട് എനിക്കുള്ള പർച്ചേസിങ് ഇല്ല. ഡ്രസ്സ് എടുത്തു, ചപ്പലും എടുത്തു, ജ്വല്ലറി എടുത്തു, അതിലേ നമുക്ക് ആവശ്യമുള്ളൂ. പിന്നെ ടാനിക്കുള്ള സംഭവങ്ങളും എടുത്തു. അപ്പം നമ്മൾ ഇന്നത്തെ പർച്ചേസിങ് കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് ദിവസമായിട്ട് നമ്മളെ വീട്ടിലെ ഡിഷ് വാഷർ കേടായിട്ടുണ്ട് കേട്ടോ. അതിലെ വെള്ളം എന്തോ ലീക്കായിട്ട് നമുക്ക് ക്ലീൻ ആവുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ ബെസ്റ്റ് ബൈയിൽ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ഇന്ന് പുറത്തിറങ്ങിയല്ലോ, ഇനി നമുക്ക് അതിനുള്ള സമയം കിട്ടൂല. ഏതായാലും ഇന്ന് കുറച്ച് സമയം ഉണ്ടെന്ന് പറഞ്ഞിട്ട് സെമി ഇങ്ങോട്ട് വരാൻ പറഞ്ഞായിരുന്നു. ഞങ്ങൾ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് നേരെ ബെസ്റ്റ് ബൈയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മളൊരു വീട്ടിലേക്കുള്ള എല്ലാ ഐറ്റംസും ഇവരിത് സെറ്റ് ചെയ്തിട്ടൊക്കെയാണ് കേട്ടോ ഇവിടെ കിടക്കുന്നത്. ഞങ്ങളെ വീട്ടിൽ അത് എത്രയോ 10-20 വർഷം പഴക്കമുള്ള ഒരു ഡിഷ് വാഷറാണ് കേട്ടോ അത്. ഇപ്പോൾ ഞങ്ങൾ കണ്ടുവച്ചത് ഇവിടെ സാംസങ് ആണ് എടുക്കാമെന്ന് വിചാരിച്ചത്. ഫ്രിഡ്ജ്, അതുപോലെ നമ്മളെ ഗ്യാസ് സ്റ്റൗവ്, പിന്നെ അങ്ങനെ നമ്മളെ വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ ഐറ്റംസും ഈ ബെസ്റ്റ് ബൈയിൽ കിട്ടും കേട്ടോ. ടാനിക്ക് എന്തായാലും ഇലക്ട്രോണിക് സാധനങ്ങളോടാണല്ലോ ഒന്നും കൂടി ഇഷ്ടം കൂടുതൽ. ഇവിടുത്തെ സാധനങ്ങൾ കണ്ടിട്ട് എനിക്ക് കാണിച്ചു തരാണ് കേട്ടോ. ഇതുണ്ടല്ലോ, നമ്മളെ ഡൈസൻ്റെ ഹെയർ ബ്രഷ് എല്ലാം കൂടി വരുന്നത് അതാണ് കേട്ടോ ഇത്. ഇവിടെ വെറൈറ്റി ഓഫ് സംഭവങ്ങൾ കാണാം കേട്ടോ. ബെസ്റ്റ് ബൈയിൽ സെമി എപ്പോഴും വരാറുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇവിടെ. എനിക്കിവിടെ ഫസ്റ്റ് ഞാൻ വിചാരിച്ചിട്ട് എന്താ ഇവിടെ കാണാനുള്ള വലിയ പ്രത്യേകത എന്താണെന്നുള്ളത്. പക്ഷെ നമ്മളൊരു വീട്ടിലേക്കുള്ള ആവശ്യം എല്ലാ സാധനങ്ങളും ഇങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള സാധനം കാണുമ്പോൾ നമുക്കും ഒന്ന് നോക്കാൻ തോന്നുമല്ലോ. നാളെ പെരുന്നാളായതുകൊണ്ട് നമുക്ക് നല്ല പണിയുണ്ട് കേട്ടോ വീട്ടിലെത്തിയിട്ട്. അത് ആലോചിക്കുമ്പോഴേ എനിക്ക് വയ്യ. വീട്ടിലെത്തിയിട്ട് വേണം, നാളെ ബിരിയാണിയാണ് വിചാരിക്കുന്നത്, മട്ടൻ ബിരിയാണി. അപ്പോൾ ഇനി നമുക്ക് വീട്ടിലെത്തിയിട്ട് വേണം ബിരിയാണിയും, പിന്നെ നമുക്ക് എന്തെങ്കിലും ഡെസേർട്ട് വിചാരിക്കുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമല്ലോ. ചിക്കൻ ഫ്രൈ ആണ് വിചാരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് വീട്ടിലെത്തിയിട്ട് വേണം ചെയ്യാൻ. നോമ്പ് തുറന്നിട്ട് വേണം വീട്ടിൽ പോയിട്ട് പണികളൊക്കെ ചെയ്ത് നമുക്ക് സെറ്റ് ആവാൻ. അതിനിടയിൽ മൈലാഞ്ചി വാങ്ങിക്കാനുണ്ട്. നാളെ ഈദല്ലേ, അപ്പോൾ നമുക്ക് മൈലാഞ്ചി ഇടണ്ടേ, അതിനുള്ളതൊക്കെ വാങ്ങിക്കാനുണ്ട്. ഇനി നമുക്ക് നേരെ പോവേണ്ടത് നമുക്ക് നോമ്പ് തുറക്കാനാണ് കേട്ടോ. നമ്മൾ ലാസ്റ്റ് ഈ വർഷത്തെ റമദാനാണല്ലോ. നാളെയല്ലേ ഞങ്ങൾക്ക് ഇവിടെ ഈദ് വരുന്നത്. ഇത് ഈദിൻ്റെ തലേന്ന് എടുത്ത വീഡിയോ ആണേ. ഞങ്ങൾ നോമ്പ് തുറക്കാനാണ് നമ്മളെ ഫ്രണ്ടിൻ്റെ ഷോപ്പിൽ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഷെഫിയാക്കാൻ്റെ കടയിലാണ് വന്നിട്ടുള്ളത്. നമ്മളെ സെൻറ്റ് കാതറിൻസിലാണ് ഇവരെ ഷോപ്പ് വരുന്നത്. ഹോട്ട് കിച്ചൺ എന്നാണ് കേട്ടോ പേര്. ഇവിടെ നമുക്ക് നല്ല ഇഷ്ടമാണ് ഇവരെ തന്തൂരി ചിക്കൻ. അപ്പോൾ അതും നമ്മൾ ബിരിയാണി എന്തെങ്കിലും ഓർഡർ ചെയ്യാച്ചിട്ട് വന്നായിരുന്നു. ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ സ്നാക്സ് എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഷെഫിയാക്ക നമുക്ക് നോമ്പ് തുറക്കാൻ ലൈമും നമ്മൾ ഈത്തപ്പഴമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ ഒരു ചായ പറഞ്ഞു. ലാസ്റ്റ് ആയപ്പോഴേക്കും നല്ല തലവേദന എടുത്തിട്ടോ, നല്ല ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. പുറത്ത് രാവിലെ ഇറങ്ങിയതായിരുന്നല്ലോ. അപ്പം നമ്മൾ എന്തായാലും ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനിയിപ്പോൾ നേരെ വീട്ടിൽ പോകാമെന്നാണ് വിചാരിക്കുന്നത്. നാളെ നമുക്ക് ഈദിൻ്റെ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.